നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ആഗോള അയ്യപ്പ സംഗമം ധൂർത്തല്ലെന്ന് ദേവസ്വം ബോർഡ്. പുറത്തു വന്നത് തെറ്റായ വിവരങ്ങളെന്നും വരവ് ചെലവ് കണക്ക് അന്തിമമല്ല എന്നും വാർത്താക്കുറിപ്പ്. നന്ദഗോവിന്ദ ഭജൻസിനുള്ള തുക കാണിച്ചത് അശ്രദ്ധ. അദാനി ഗ്രൂപ്പ് 1 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നും വിശദീകരണം. കൊള്ളയിൽ സംസ്ഥാന സർക്കാരിന് പങ്കുണ്ടെന്ന് കോൺഗ്രസ്. മടിയിൽ കനമില്ലെന്നും പുറത്തു വന്നത് എസ്റ്റിമേറ്റ് മാത്രമെന്നും MV ഗോവിന്ദൻ. റാപ്പിഡ് റെയിലുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. അനുമതി തേടി മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചു. കേന്ദ്ര നഗരകാര്യമന്ത്രിക്ക് കത്തയച്ചത് DPR തയ്യാറാക്കാനുള്ള ഫണ്ട് തേടി. തൃശൂർ പൂരം കലക്കലിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് ആവർത്തിച്ച CPI നേതാവ് VS സുനിൽകുമാർ. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർക്കുന്നതിനോട് യോജിപ്പില്ല. ജില്ലാ കളക്ടറുടെ പങ്ക് അന്വേഷിക്കണമെന്നും സുനിൽകുമാർ. പോലീസിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് ആസൂത്രിതമെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. തിരുവമ്പാടി ദേവസ്വത്തെ കരിവാരിത്തേക്കാൻ ശ്രമമെന്ന സെക്രട്ടറി K ഗിരീഷ് കുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉറപ്പിച്ച K മുരളീധരൻ നേതൃത്വത്തെ നിലപാട് അറിയിച്ചു. മത്സരിക്കുന്നത് പാർട്ടി തീരുമാനിക്കുമെന്നും ഭയന്നോടുന്നവനല്ലെന്നും K മുരളീധരൻ. റോഷി അഗസ്റ്റിനെ തള്ളാതെ ജോസ് കെ മാണി. റോഷിയുടെ പ്രസ്താവന അച്ചടക്ക ലംഘനമല്ലെന്നും പാലായിൽ മത്സരിച്ചാൽ താൻ ജയിക്കുമോ എന്ന് ജനം തീരുമാനിക്കട്ടെ എന്നും ജോസ് കെ മാണി. ISL നിന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ മോഹൻ ബഗാൻ. മത്സരം വൈകിട്ട് 5 മണി മുതൽ കൊൽക്കത്തയിൽ. T20 ലോകകപ്പിൽ നാളത്തെ ഇന്ത്യ-പാക് മത്സരത്തിന് മഴ ഭീഷണി. ആഗോള അയ്യപ്പ സംഗമം ധൂർത്തല്ല എന്ന വാദവുമായി ദേവസ്വം ബോർഡ് രംഗത്ത്. റിപ്പോർട്ടിന്റെ പേരിൽ അവാസ്തവമായ കാര്യങ്ങളാണ് പ്രചരിക്കുന്നത്. വരവ് ചെലവ് കണക്കുകൾ അന്തിമമായിട്ടില്ല. നന്ദഗോവിന്ദ ഭജൻസിനുള്ള തുക കാണിച്ചത് പിശകാണെന്നും വരവ് ചെലവ് കണക്കുകൾ അന്തിമമായിട്ടില്ല എന്നും ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ സംബന്ധിച്ച് വന്ന പ്രചാരണത്തിലാണ് ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പ് ഇറക്കിയത്. ഗസ്റ്റ് ഹൗസ് നവീകരണത്തിന്റെ പേരിൽ ഗസ്റ്റ് ഹൗസ് നവീകരണത്തിന്റെ ഭാഗമായി തുക വകയിരുത്തിയതിൽ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിയതിന് 1 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന രീതിയിൽ പ്രചാരണം നടത്തിയത് പ്രതിഷേധാർഹമാണെന്നും നന്ദഗോവിന്ദം ഭജൻസിന് തുക നൽകിയതായി ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് പിശക് സംഭവിച്ചതാണെന്നും വ്യക്തമാക്കുന്നു. ഇഷാൻ ദേവിന്റെ സംഗീത ആവിഷ്കാരത്തിന് 8 ലക്ഷം രൂപയാണ് റിഹേഴ്സലിനും ഭക്ഷണത്തിനും താമസത്തിനും അടക്കം ചെലവായത്. റിപ്പോർട്ട് കോടതിയിൽ വേഗത്തിൽ സമർപ്പിക്കേണ്ടി വന്നതിനാലാണ് പൊരുത്തക്കേടുകൾ ഉണ്ടായത്. ബില്ലുകളുടെ സുതാര്യത ഉറപ്പാക്കി മാത്രമായിരിക്കും തുടർ നടപടി ഉണ്ടാവുക. വരവ് ചെലവ് കണക്കുകൾ അന്തിമമായിട്ടില്ല. 3 കോടി രൂപ സ്പോൺസർഷിപ്പ് തുകയായി ലഭിച്ചു. അദാനി ഗ്രൂപ്പ് 1 കോടി നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ശബരിമലയിൽ ദർശനത്തിനെത്തിയ അയ്യപ്പ ഭക്തർക്കും തൊഴിലാളികൾക്കും അയ്യപ്പ സംഗമത്തിനെത്തിയ എല്ലാവർക്കും ഭക്ഷണം നൽകിയിട്ടുണ്ട്. ഈ മാസം 17 ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ വിഷയം വിശദമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. റിപ്പോർട്ട് ചർച്ചയായതോടെ സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ വിശദീകരണം എന്നതും വ്യക്തമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന കണക്ക് ശരിയല്ലെന്നും ഇപ്പോൾ പുറത്തുവന്നത് എസ്റ്റിമേറ്റ് മാത്രമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തങ്ങളുടെ മടിയിൽ കനമില്ല. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ജനങ്ങളെ പറ്റിക്കാനുള്ള പുകമറ മാത്രമാണെന്നും MV ഗോവിന്ദൻ പൊന്നാനിയിൽ പറഞ്ഞു. ഈ കണക്കുകളൊന്നും കൊടുത്ത കണക്കല്ല, എന്ന് കൃത്യമായ കണക്കല്ല. അത് എസ്റ്റിമേറ്റ് ആണ്. അതിനുശേഷമുള്ള കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്തിനാ ഇത്ര മനോരമകളുടെ വെപ്രാളം കാണിക്കേണ്ട കാര്യം? അവർക്ക് രാഷ്ട്രീയമായ കാര്യമാണ്. അതിനോടൊന്നും മറുപടി ഉത്തരവൊന്നും ഞങ്ങൾക്കില്ല. ഇന്നും ഇന്നലെയും എല്ലാം കുറേ ദിവസമായി തുടങ്ങിയിട്ട് അത് ഈ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് കേസ് കൂടി ഈ പാളിയും അതുപോലെ തന്നെ കൊടിമരവും എല്ലാം കൂടി ചേർന്ന് ചോദ്യം ചെയ്യലും കേസും എല്ലാം വന്ന സ്ഥിതിയിൽ എങ്ങനെയെങ്കിലും അത് മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ വർക്കാണെന്ന് ആർക്കാ അറിയാത്തത്? അതിന് അയ്യപ്പ സംഗമത്തിന് പേരും പറഞ്ഞിട്ട് ഓരോ വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റായ വാർത്തകളാണ്. അത് വാർത്ത ശരിയായി വരട്ടെ, വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ശരിയല്ല. അതെ അല്ല, തെറ്റാണ്. അങ്ങനെ എഴുതിക്കോ. ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്നത് വ്യാപക ക്രമക്കേടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ടായിട്ടും ക്രമക്കേട് നടന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയവരെ ഇപ്പോൾ കാണാനില്ല. കൊള്ളയിൽ സംസ്ഥാന സർക്കാരിന് പങ്കുണ്ടെന്നും VD സതീശൻ മലപ്പുറത്ത് പറഞ്ഞു.
കോടികളാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ കൊള്ളയടിച്ചത്. അതിന് കണക്ക് പറഞ്ഞേ മതിയാവൂ. ആരാണ് അതിന് ഉത്തരവാദിയെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവൂ. ഈ കൊള്ള തുടരുകയാണ്. 2019 കൊള്ള നടത്തി, 2024 കൊള്ള നടത്താൻ ശ്രമിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഇത്രയും വലിയ ഒരു വിഷയമുണ്ടായി കേരളം മുഴുവൻ നിൽക്കുന്ന സമയത്താണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടത്തിയ തട്ടിപ്പ്. അത് ഗൗരവതരമായി അന്വേഷിക്കണം. സർക്കാരിന് അതിനകത്ത് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. അന്നത്തെ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമുണ്ട്. ആരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ട. അമ്പലങ്ങളെയും വിശ്വാസ കേന്ദ്രങ്ങളെയും കൊള്ളയ്ക്കായി ഉപയോഗിക്കുന്ന ശൈലി CPM അവസാനിപ്പിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയെ വെള്ളപൂശാൻ കൊണ്ടുവന്ന അയ്യപ്പ സംഗമം അതിനേക്കാൾ വലിയ കൊള്ളയായി മാറി. ശബരിമലയിൽ ഊരാളുങ്കലിന് എന്താണ് കാര്യമെന്നും KC വേണുഗോപാൽ ചോദിച്ചു. സ്പെഷ്യൽ കമ്മീഷണറുടെ ഓഡിറ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ ആയിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഹൈക്കോടതിയിലെ നിരീക്ഷണങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊക്കെ അവർക്ക് പറയേണ്ട കാര്യങ്ങൾ അവർ വേണം കോടതി. പക്ഷേ ഈ ഒരു വഴുതി മാറലല്ലോ വേണ്ടത്. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, മന്ത്രി തന്നെ ഇപ്പം അസത്യമല്ലേ പറഞ്ഞിരിക്കുന്നത് നിയമസഭയിൽ? ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്നത് വൻ ക്രമക്കേടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. 7 കോടി രൂപയുടെ സംഗമം സംഘടിപ്പിച്ച ശേഷമാണ് സ്പോൺസർമാരെ തേടി നടക്കുന്നത്. ശരിയായ അന്വേഷണം നടന്നാൽ പലരും അഴിയെണ്ണേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം മന്ത്രി VN വാസവൻ ഇതിൽ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. ആഗോള സംഗമത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി മുൻകൈ എടുത്തത് മന്ത്രിയാണ്. നിർദ്ദേശങ്ങൾ കൊടുത്തത് മന്ത്രിയാണ്. അത് വൻ നേട്ടമാണെന്ന് പറഞ്ഞ് അഭിമാനം കൊണ്ടത് ഈ മന്ത്രിയാണ്. പക്ഷേ തട്ടിപ്പിൻ്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ തനിക്ക് ഉത്തരവാദിത്വമില്ല, എല്ലാം ബോർഡിൻ്റെ തലയിലാണ് എന്ന് പറഞ്ഞ് ദേവസ്വം മന്ത്രിക്ക് എങ്ങനെ ഒഴിയാൻ കഴിയും? ശബരിമലയിൽ വിഗ്രഹം മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. അയ്യപ്പ സംഗമത്തോടെ ദേവസ്വത്തിന്റെ കാശ് പോയി. വീരപ്പൻ കണ്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു. ഇനിയിപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനി വിഗ്രഹം മാത്രമേ അവിടെ ബാക്കി. വിഗ്രഹം പിന്നെ സ്വർണത്തിലൊന്നും അല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അത് മാത്രം എടുത്തു കൊണ്ടുപോയിട്ടില്ല, ബാക്കി എല്ലാം കൊണ്ടുപോയി. അയ്യപ്പ സംഗമത്തോടുകൂടെ ദേവസ്വം ബോർഡിൻ്റെ കാശും കൊണ്ടുപോയി. അപ്പോൾ ഇത് കൊള്ളയാണ് നടന്നത്, വെറും കൊള്ള. ഒരു പക്ഷേ വീരപ്പൻ ഇവരെ കണ്ടാൽ സാഷ്ടാംഗം നമസ്കരിക്കും. അതിവേഗ റെയിൽ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. അനുമതി തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. DPR തയ്യാറാക്കാനുള്ള അനുമതി തേടിയാണ് കേന്ദ്ര നഗരകാര്യമന്ത്രിക്ക് കത്തയച്ചത്. സിൽവർ ലൈനിന് പകരം RRTS നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ റെയിൽ പദ്ധതിയുമായി സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാനാകൂ. പദ്ധതിയുടെ DPR തയ്യാറാക്കാനുള്ള അനുമതി തേടിയാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചത്. 20% കേന്ദ്ര സംസ്ഥാന സഹായവും 60% അന്താരാഷ്ട്ര ധനസ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയും ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. 1.92 ലക്ഷം കോടിയാണ് പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്നത്. നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതിയായതിനാൽ ആദ്യം DPRന് അനുമതി വേണ്ടത് കേന്ദ്ര നഗരവികസനകാര്യ മന്ത്രാലയത്തിൽ നിന്നാണ്. RRTS പദ്ധതിക്ക് മന്ത്രിസഭ തത്വത്തിൽ അംഗീകാരം നൽകിയ കാര്യം മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. 2025 സെപ്റ്റംബറിൽ കൊച്ചിയിൽ നടന്ന അർബൻ കോൺക്ലേവിൽ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മേഖലകൾ അതിവേഗം നഗരവൽക്കരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിലവിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ സമ്മർദ്ദത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഗതാഗത കുരുക്കും വാഹനാപകടങ്ങളും കുറയ്ക്കാനായി വേഗതയേറിയ ഒരു പൊതുഗതാഗത സംവിധാനം അത്യാവശ്യമാണെന്ന് കേന്ദ്ര നഗരവികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടർ അയച്ച കത്തിൽ മുഖ്യമന്ത്രി പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടാകാമെന്ന വാദം ആവർത്തിച്ച VS സുനിൽകുമാർ. പൂരം അലങ്കോലപ്പെട്ടതിന്റെ ഫലം ആർക്കാണ് കിട്ടിയത് എന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. പൂരം അലങ്കോലപ്പെടട്ടെ എന്ന ധാരണ അന്നത്തെ കളക്ടർക്കുണ്ടായിരുന്നു എന്ന് സംശയമുണ്ട്. പൂരം അലങ്കോലപ്പെടുത്താൻ ദേവസ്വത്തിലെ ചില വ്യക്തികൾ ശ്രമിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. തിരുവമ്പാടി ദേവസ്വത്തെ ഇതിനകത്ത് പ്രതി ചേർക്കുന്ന രീതിയിലുള്ള നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു ദേവസ്വം പൂരം അലങ്കോലപ്പെടുത്തും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പക്ഷേ ആ ദേവസ്വത്തിനകത്തുള്ള ചില വ്യക്തികൾ അതിൽ ആരൊക്കെയാണ് പങ്കാളികളായിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമായ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്.
ആ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് പുറത്തു വരേണ്ടത്. ആ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഈ പൂരം അലങ്കോലപ്പെടുത്തുന്നതിലൂടെ അതിൻ്റെ രാഷ്ട്രീയമായ ലാഭം കൊയ്തിട്ടുള്ള ആ പ്രസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് ഈ പൂരം കലക്കലിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അന്ന് ജില്ലാ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത ജില്ലാ കളക്ടർ ഈ സംഭവം നടക്കുമ്പോൾ അയാളുടെ പൂർണ്ണ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഈ കളക്ടറാണ് സത്യം പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അതിൽ പ്രധാനപ്പെട്ട പങ്കാളി ആണ് എങ്കിൽ അത് ഒന്നാമത്തെ പ്രതിയായിട്ട് വരേണ്ട ആൾ അന്നത്തെ ജില്ലാ കളക്ടറാണ്. തൃശൂർ പൂരം കലക്കൽ റിപ്പോർട്ട് സർക്കാരിന്റെ ആസൂത്രിതമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. നേട്ടം കൊയ്യാൻ BJPക്ക് CPM അവസരമുണ്ടാക്കി കൊടുക്കുന്നു. തൃശൂരിലെ വിശ്വാസികളും ജനതയും അർഹിക്കുന്ന പുച്ഛത്തോടെ റിപ്പോർട്ട് തള്ളിക്കളയുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. പൂരത്തെ വിവാദമാക്കി നേട്ടം കൊയ്യാൻ BJPക്ക് CPM അവസരമുണ്ടാക്കി കൊടുക്കുകയാണെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. എന്തു തന്നെയായാലും ഇത്തരത്തിൽ ഗൂഢാലോചനയുടെ ഭാഗമായി പുറത്തിറങ്ങിയ റിപ്പോർട്ട് തൃശ്ശൂരിലെ വിശ്വാസികളും തൃശ്ശൂർ ജനതയും അത് അർഹിക്കുന്ന പുച്ഛത്തോടു കൂടി തള്ളിക്കളയുകയും അവരുടെ മനസ്സിലുള്ള അന്വേഷണ റിപ്പോർട്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾക്ക് തകർക്കാനാവില്ല എന്നുള്ളതാണ് സത്യം. പൂരം കലക്കലുണ്ടായത് പോലീസിന്റെ തെറ്റായ പെരുമാറ്റം മൂലമെന്ന തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ. ദേവസ്വത്തെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നു. ഇതിൽ ദുഃഖമുണ്ട്. പൂരം ഭംഗിയായി നടക്കണമെന്ന് മാത്രമാണ് ദേവസ്വത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കഴിഞ്ഞ 2024 എന്താ പറയുക തെറ്റായൊരു കീഴ്വഴക്കമാണ്. അത് പോലീസിൻ്റെ തെറ്റായ ഒരു പെരുമാറ്റം മൂലമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായത്. അത് പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന് കരിവാരിത്തേക്കുന്ന തരത്തിലേക്ക് പോയതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ഉറച്ച K. മുരളീധരൻ കോൺഗ്രസ് നേതൃത്വത്തെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു. തിങ്കളാഴ്ച KPCCയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരാനിരിക്കെയാണ് K. മുരളീധരൻ നിലപാട് വ്യക്തമാക്കിയത്. ഇതോടെ വട്ടിയൂർക്കാവിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. അതേസമയം വട്ടിയൂർക്കാവിൽ മത്സരിക്കുമോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് മുരളീധരൻ പ്രതികരിച്ചു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി K. മുരളീധരൻ മത്സരിക്കുമോ എന്ന ചർച്ചകൾ ഏറെ നാളുകളായി സജീവമാണ്. K. മുരളീധരന്റെ തട്ടകം കൂടിയായ വട്ടിയൂർക്കാവിൽ പക്ഷേ CPMനും BJPക്കും ശക്തമായ വേരോട്ടമാണുള്ളത്. സിറ്റിംഗ് MLA VK പ്രശാന്ത് CPMന്റെ മണ്ഡലത്തിലെ ശക്തനായ പോരാളിയാണ്. അതുകൊണ്ട് തന്നെ VK പ്രശാന്തുമായി ഏറ്റുമുട്ടുന്നത് K. മുരളീധരന് വെല്ലുവിളിയാകുമെന്ന പ്രചാരണവും ശക്തമായിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ, കോഴിക്കോട്, പാലക്കാട്, ഗുരുവായൂർ തുടങ്ങി പല മണ്ഡലങ്ങളിലും ഇതിനോടകം തന്നെ K. മുരളീധരന്റെ പേരുകളും ഉയർന്നിരുന്നു. പലയിടങ്ങളിലും DCCയുടെ താല്പര്യവും മുരളീധരൻ തന്നെയായിരുന്നു. എന്നാൽ ചർച്ചകൾക്ക് വിരാമമിട്ടുകൊണ്ട് വട്ടിയൂർക്കാവ് തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് K. മുരളീധരൻ. ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിലേക്കുള്ള ചർച്ചയിലേക്ക് എത്തിയില്ല. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, K. മുരളീധരൻ ഭയന്നോടുന്നവനല്ല. അത്രേ ഞാൻ പറയും. തിങ്കളാഴ്ച ഇന്ദിരാഭവനിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ 1ാം ഘട്ട സ്ഥാനാർത്ഥി നിർണയം ചർച്ചയാകും. അതിനു മുന്നോടിയായാണ് വട്ടിയൂർക്കാവിന്റെ കാര്യത്തിൽ മുരളീധരൻ നിലപാട് അറിയിച്ചിരിക്കുന്നത്. KPCCയുടെയും കനകഗുരുവിന്റെയും സർവേ റിപ്പോർട്ടിൽ വട്ടിയൂർക്കാവ് ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി മുരളീധരനാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 2011 K. മുരളീധരൻ CPM സഹയാത്രികനായിരുന്ന ചെറിയാൻ ഫിലിപ്പിനെയാണ് 16,000 വോട്ടുകൾക്ക് തോൽപ്പിച്ചത്. 2016 BJPയുടെ കുമ്മനം രാജശേഖരനെ 7,000-ലധികം വോട്ടുകൾക്ക് മുരളീധരൻ തോൽപ്പിച്ചിരുന്നു. കുമ്മനത്തിന്റെ മികച്ച പ്രകടനത്തിൽ വട്ടിയൂർക്കാവ് BJPയുടെ A+ മണ്ഡലമായി മാറിയിരിക്കുകയാണ്. 2026 K. മുരളീധരൻ വീണ്ടും കളത്തിലിറങ്ങുന്നതോടെ വട്ടിയൂർക്കാവ് തീ പാറുന്ന പോരാട്ടത്തിനാകും സാക്ഷ്യമാകുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തീരുമാനങ്ങൾ 16 നടക്കുന്ന KPCC യോഗത്തിൽ തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പുതിയ കേരളത്തെ വീണ്ടെടുക്കുക എന്നതാണ് ലക്ഷ്യം. എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ടു പോകും. യുവാക്കൾക്ക് വേണ്ട പ്രാതിനിധ്യം നൽകും. MPമാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക ഹൈക്കമാൻഡാണെന്നും അദ്ദേഹം പറഞ്ഞു. സമീപനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണത്തെ UDFന്റെ പ്രചരണ തന്ത്രം വിജയിപ്പിക്കാൻ ഉള്ള നടപടികളാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. 16-ാം തീയതി രാവിലെ 10 മണിക്ക് യോഗം KPCC ഓഫീസിൽ ചേരുന്നുണ്ട്. ഞങ്ങളുടെ ദൗത്യം കേരളത്തിൽ എല്ലാ പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്.
പാലാമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രസ്താവന അച്ചടക്ക ലംഘനമല്ല എന്ന് ജോസ് കെ മാണി. റോഷിക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പാലായിൽ താൻ മത്സരിച്ചാൽ ജയിക്കുമോ എന്നത് ജനം തീരുമാനിക്കട്ടെ എന്നും ജോസ് കെ മാണി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ സീറ്റിനെ സംബന്ധിച്ച മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രഖ്യാപനത്തിൽ നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. റോഷി പറഞ്ഞത് തനിക്ക് സന്തോഷമുണ്ടാക്കിയെന്നും അത് അച്ചടക്ക ലംഘനമല്ലെന്നും ജോസ് കെ മാണി ചൂണ്ടിക്കാട്ടി. റോഷി മൈക്ക് തട്ടിപ്പറിച്ചതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൈക്ക് ഒരിക്കലും തട്ടിപ്പറിച്ചില്ല. എൻ്റെ ബോഡി ലാംഗ്വേജ് എടുത്ത് നോക്കിക്കും. ഞാൻ ചുമ്മാ നോക്കി തട്ടിപ്പറിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദര തുല്യമാണ് പറയും. അത് പറഞ്ഞോട്ടെ, അതിന് സ്വാതന്ത്ര്യം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിനകത്ത് നിങ്ങൾ എന്ത് വിചാരിച്ചാലും അതിലൊന്നും ഒരു ക്ലീൻ കൊത്താൻ പോകുന്നില്ല. അത്രേ ഉള്ളൂ. കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള റോഷി അഗസ്റ്റിന്റെ പ്രസ്താവനയോട് പാർട്ടിക്കുള്ളിൽ തന്നെ പലർക്കും അനിഷ്ടമുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ LDF മുന്നേറ്റം തിരിച്ചറിഞ്ഞ് മുന്നണിക്കും പാർട്ടിക്കുമെതിരെ സംഘടിത നീക്കം നടക്കുന്നുവെന്ന് ജോസ് കെ മാണി ആരോപിച്ചു. ഈ ജാഥയുടെ അതിൻ്റെ ശോഭ കെടുത്തുവാനുള്ള ഒരു ശ്രമം പലപ്പോഴും നടന്നിട്ടുണ്ട്. അതിന് തന്നെ ഒരു ടീം, ഒരു കോമൺ പെയ്ഡ് പ്ലാറ്റ്ഫോംസ് രൂപം കൊടുത്തിരിക്കുകയാണ്. ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്നായിരുന്നു റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം വീണ്ടും ആവർത്തിച്ചത്. LDF മധ്യമേഖല വികസന മുന്നേറ്റ ജാഥ അടിമാലിയിൽ എത്തിയപ്പോഴായിരുന്നു പാർട്ടി ചെയർമാനായ ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന് റോഷി പറഞ്ഞത്. അമൃത ന്യൂസ്, കൊച്ചി. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ പുനർമൂല്യനിർണ്ണയം ഒഴിവാക്കിയേക്കും. ഈ വർഷം തന്നെ നടപ്പാക്കാനാണ് ആലോചന. മൂല്യനിർണ്ണയം പൂർണ്ണമായി ഡിജിറ്റൽ രൂപത്തിലാക്കുന്നതിനാൽ കുറ്റമറ്റതാകും എന്നാണ് ബോർഡ് വിലയിരുത്തൽ. ഓൺ സ്ക്രീൻ മാർക്കിംഗ് രീതിയിൽ ഉത്തരക്കടലാസുകൾ കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ ഡിജിറ്റലായി മൂല്യനിർണ്ണയം നടത്തുന്ന രീതിയാണ് ആലോചിക്കുന്നത്. അധ്യാപകർ കമ്പ്യൂട്ടറിലൂടെ മാർക്ക് രേഖപ്പെടുത്തുന്ന ഈ സംവിധാനം പരീക്ഷകളിൽ മാർക്ക് കൂട്ടുന്നതിലെ പിഴവുകൾ ഒഴിവാക്കാനും വേഗത്തിലുള്ള മൂല്യനിർണ്ണയത്തിനും സഹായിക്കും. മാർക്കുകൾ കൂട്ടുന്നതിലോ അപ്ലോഡ് ചെയ്യുന്നതിലോ ഉണ്ടാകുന്ന മനുഷ്യസഹജമായ പിഴവുകൾ ഇതിലൂടെ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുമെന്നും ഇതോടെ പുനർമൂല്യനിർണ്ണയത്തിന്റെ ആവശ്യം തന്നെ ഇല്ലാതാകുമെന്നുമാണ് അധികൃതർ കണക്കുകൂട്ടുന്നത്. ഡിജിറ്റൽ രീതിയാകുന്നതോടെ മൂല്യനിർണ്ണയം കൂടുതൽ സുതാര്യമാകുന്നതോടൊപ്പം പരീക്ഷാഫലം മുൻവർഷത്തേക്കാൾ വേഗത്തിൽ പ്രസിദ്ധീകരിക്കാനും സാധിക്കും. ഫെബ്രുവരി 17 ആരംഭിക്കുന്ന പരീക്ഷാ കാലയളവിൽ തന്നെ പുതിയ രീതി പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് CBSE ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലും വിദേശത്തുമായി ഏകദേശം 46 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. അതേസമയം 10ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയം നിലവിലുള്ള ഫിസിക്കൽ രീതിയിൽ തന്നെ തുടരും. അതിനാൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള സൗകര്യവും ലഭിക്കും. ന്യൂസ് ഡെസ്ക്, അമൃത TV. സർക്കാരിനെതിരെ വിമർശനവുമായി ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാർ. ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്നുള്ള നീക്കലിൽ സാമാന്യ മര്യാദ തന്നോടുണ്ടായില്ല. ആശാസമരവുമായി ബന്ധപ്പെട്ട പരാമർശമാണ് തന്നെ പുറത്താക്കാൻ കാരണം. മാന്യതയോടെ പറഞ്ഞുവിടണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. Sachchidanandana എന്തെങ്കിലും അത്ഭുത സിദ്ധി ഉണ്ടാകുമെന്നും പ്രേംകുമാർ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സാംസ്കാരിക സ്ഥാപനങ്ങളാണ്. ഒന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും മറ്റൊന്ന് സംസ്ഥാന സാഹിത്യ അക്കാദമിയും. ഈ രണ്ടിൻ്റെയും ചെയർമാൻ സ്ഥാനത്ത് എന്നുള്ള ആ ഒരു താരതമ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരാളോട് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഇത് കാണിക്കുകയും മറ്റൊരാൾ, അപ്പോൾ എനിക്ക് തോന്നി ആ മാഷിന് എന്തോ ഒരു വലിയ അത്ഭുത സിദ്ധി, ഒരുപക്ഷെ എനിക്കില്ലാത്ത എന്തോ വലിയ അത്ഭുത സിദ്ധി, അമാനുഷികമായ സിദ്ധി അദ്ദേഹത്തിനുണ്ടാവും. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ്. അപ്പോൾ അദ്ദേഹം തുടരുന്നതിനെ കുറിച്ചൊന്നും എനിക്കൊരു അഭിപ്രായമില്ല. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനകളെക്കുറിച്ചുള്ള അഭിപ്രായമല്ല ഇത്. അപ്പോൾ അവിടെ ഒരു നീതി നിഷേധം അല്ലെങ്കിൽ ഒരു എന്താണ്, അതൊരു സാമാന്യ നീതിയുടെ ഒരു വിഷയമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് അന്വേഷണ സംഘം ശേഖരിച്ചത് വലിയ ഭാഗങ്ങൾ. ഇതോടെ ദ്വാരപാലക ശില്പത്തിന്റെ കൈയുടെ ഭാഗത്ത് വലിയ വിടവ് രൂപപ്പെട്ടു. തന്ത്രിയുടെ അനുവാദം വാങ്ങിയതിനു ശേഷമാണ് SIT പാളികൾ പുനഃസ്ഥാപിച്ചത്. എന്നാൽ ഈ പാളികൾ ഈ രൂപത്തിൽ ദീർഘകാലം വയ്ക്കാൻ കഴിയില്ല എന്നാണ് തന്ത്രിയുടെ നിലപാട്. അംഗഭംഗം വന്നെങ്കിലും തൽക്കാലം സ്ഥാപിക്കാമെന്നും മുറിച്ചുമാറ്റിയ ഭാഗങ്ങളിലെ വിടവ് എന്ത് ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കുമെന്നും തന്ത്രി പറയുന്നു. വിശദ പരിശോധനയ്ക്ക് വലിയ ഭാഗങ്ങൾ മുറിച്ചെടുക്കാതെ വഴിയില്ല എന്ന നിലപാടിലായിരുന്നു അന്വേഷണ സംഘം. മുറിച്ചെടുത്ത സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ തിങ്കളാഴ്ച കൊല്ലം കോടതിയിൽ നൽകും.
കൊച്ചി എളമക്കരയിൽ മകളെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. 6 വയസ്സുള്ള പെൺകുട്ടി 1 വർഷത്തോളം പീഡനത്തിനിരയായി എന്നാണ് കണ്ടെത്തൽ. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപും പീഡനം നടന്നു. സംഭവത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത എളമക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. പിതാവ് ലഹരിക്ക് അടിമയെന്നും വിവരമുണ്ട്. ആരാണ് കുഞ്ഞിനെ പീഡിപ്പിച്ചത് എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അതേസമയം കുട്ടി പീഡിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് അമ്മയുടെ മൊഴി. കഴിഞ്ഞ മാസം 16-നാണ് അച്ഛനെയും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള ഹിയറിംഗ് സമയം ഇന്ന് അവസാനിക്കും. 122 നിയോജക മണ്ഡലങ്ങളിലാണ് ഇന്നലെ വരെ ഹിയറിംഗ് പൂർത്തിയായത്. എല്ലാവരുടെയും ഹിയറിംഗ് നടത്തി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതിവേഗം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നതിന്റെ ഭാഗമായി 122 നിയോജക മണ്ഡലങ്ങളിൽ നോട്ടീസ് നൽകിയവരുടെ ഹിയറിംഗാണ് പൂർത്തിയായത്. ഹിയറിംഗ് അവശേഷിക്കുന്ന 16 നിയോജക മണ്ഡലങ്ങൾ ഉടനെ തന്നെ നടപടികൾ പൂർത്തീകരിക്കും. നോട്ടീസ് നൽകിയ എല്ലാവരെയും കൃത്യമായി ഹിയറിംഗ് നടത്തി ഒരു വോട്ടറുടെ അവകാശം പോലും നിഷേധിക്കാതെ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. സംസ്ഥാനത്തൊട്ടാകെ ഹിയറിംഗിലൂടെ 39,297 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ഇതിൽ 4,217 പേർ എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരണപ്പെട്ടവരും 1,630 പേർ വിദേശ പൗരത്വം സ്വീകരിച്ചവരും 33,450 പേർ താമസം മാറിയവരുമാണെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ജില്ലാടിസ്ഥാനത്തിൽ കൊല്ലം 0.02%, മലപ്പുറം 0.06%, കോഴിക്കോട് 0.09%, കണ്ണൂർ 0.19% ഹിയറിംഗ് നടപടികളാണ് പൂർത്തീകരിക്കാനുള്ളത്. 17-ാം തീയതി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ചേരും. 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആറാട്ടുപുഴത്തറയിൽ കടവിൽ ശിവക്ഷേത്രത്തിലെ മീനൂട്ട് ചടങ്ങിനിടയിൽ മത്സ്യത്തൊഴിലാളി കടലിൽ വീണ് മരിച്ചു. ആറാട്ടുപുഴ തറയിൽ കടവ് സ്വദേശി രാജുവാണ് മരിച്ചത്. T20 ലോകകപ്പിൽ നാളത്തെ ഇന്ത്യ പാക് മത്സരത്തിന് മഴ ഭീഷണി. കൊളംബോയിലെ ആർ പ്രേമദേസ സ്റ്റേഡിയത്തിലാണ് മത്സരം. കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പ്രകാരം മത്സര സമയത്ത് 50% മുതൽ 65% വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ആകാശം മേഘാവൃതമായിരിക്കുമെന്നും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പ്രവചിക്കപ്പെടുന്നു. അതേസമയം വയറിനുണ്ടായ അസ്വസ്ഥതകളിൽ നിന്ന് പൂർണ്ണമായും മോചിതനായിട്ടില്ലാത്ത ഓപ്പണർ അഭിഷേക് ശർമ്മ നിർണായക മത്സരത്തിൽ കളിക്കാൻ സാധ്യതയില്ല എന്നതാണ് റിപ്പോർട്ട്. ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ സഖ്യം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തേക്കും. ലോകകപ്പിൽ ഇതുവരെ കളിച്ച 2 മത്സരങ്ങളിലും വിജയിച്ചാണ് ഇരു ടീമുകളും എത്തുന്നത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ ഇന്ത്യയും പാകിസ്ഥാനും 4 പോയിന്റുകളുമായി ഒപ്പത്തിനൊപ്പമാണെങ്കിലും മികച്ച നെറ്റ് റൺ റേറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യയാണ് ഒന്നാമത്. ഇന്ത്യ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ പുതിയ സീസണ് ഇന്ന് കിക്ക് ഓഫ്. ഉദ്ഘാടന മത്സരത്തിൽ കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ 8ാം സ്ഥാനക്കാരായ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടും. സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മണി മുതലാണ് മത്സരം. സച്ചിൻ സുരേഷാകും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല കാക്കുക. പ്രതിരോധ നിരയിൽ വിദേശ താരം ഉമർ ബാഹിന്റെ അനുഭവ സമ്പത്തും ഇന്ത്യയുടെ അണ്ടർ-23 ക്യാപ്റ്റൻ ബികാഷ് യുംനമിയും നേതൃപാടവും ടീമിന് കരുത്താകും. മധ്യനിരയിൽ കളി നിയന്ത്രിക്കാനും ടീമിനെ ഒത്തിണക്കത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും മർലോൺ റൂസ്, വിമിൻ മോഹനൻ എന്നിവരും ഉണ്ടാകും. അതേസമയം മറ്റൊരു മത്സരത്തിൽ FC ഗോവ ഇന്റർ കാശി നേരിടും.